കുടുംബക്കലഹം മുതൽ പോലീസുകാരുടെ സാമ്പത്തിക തട്ടിപ്പ് വരെ ഇന്നത്തെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലുണ്ട്. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊട്ടാരക്കരയിൽ ഭാര്യയെ കഴുത്തറുത്തു കൊന്ന കേസിൽ ഭർത്താവ് അറസ്റ്റിലായ വാർത്തയാണ് ആദ്യം. തലച്ചിറ സ്വദേശി ഷാനവാസാണ് പിടിയിലായത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് പ്രതി ഷാനവാസ് ഭാര്യ ജാസ്മിനെ കരുതിക്കൂട്ടി കൊന്നതെന്ന് പോലീസ് പറയുന്നു. ഹാളിൽ കിടന്ന പ്രതി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജാസ്മിനോടൊപ്പം കിടന്ന ഇളയമകളെ മാറ്റിക്കിടത്തി. ഒച്ച പുറത്തു വരാതിരിക്കാൻ തലയണ കൊണ്ട് ജാസ്മിന്റെ മുഖത്ത് അമർത്തിപ്പിടിച്ച് ഷാനവാസ് വെട്ടുകത്തിക്കൊണ്ട് കഴുത്തിന് വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൃത്യത്തിന് ശേഷം രക്തഗന്ധം മാറ്റാനായി ചാരം കൊണ്ട് കൈയും വെട്ടുകത്തിയും കഴുകി വൃത്തിയാക്കി. പുലർച്ചെ 3 മണിയോടെ രക്തത്തിൽ കുളിച്ചു കിടന്ന ജാസ്മിനെ കണ്ട് കുട്ടി നിലവിളിച്ചപ്പോൾ ഷാനവാസും ഒപ്പം കൂടി ബഹളം വെച്ച് ആളെ കൂട്ടി. സങ്കടം അഭിനയിച്ച ഷാനവാസിനെ നാട്ടുകാർ സംശയിച്ചതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം കുറ്റം സമ്മതിക്കാൻ ഷാനവാസ് തയ്യാറായില്ലെന്നും പിന്നീടാണ് കുറ്റം സമ്മതിച്ചതെന്നും കൊട്ടാരക്കര പോലീസ് അറിയിച്ചു. ഇന്നലത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. രാത്രി അവിടെ 2 മണിയായപ്പോൾ ഫോൺ വിളിച്ചു. ഫോൺ വന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ആശുപത്രി ചെല്ലണമെന്ന് പറഞ്ഞു. ഗ്യാസിൽ നെഞ്ചേരപ്പാന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞ് പിന്നെ ആരും ഒന്ന് ഫോൺ വിളിച്ച് അങ്ങ് വെക്കും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും വിളിക്കുമ്പോൾ പറയും തല അറപ്പായിട്ട് കിടക്കുന്നു, പിന്നെ കട്ടിലിൽ നിന്ന് വീണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ജാസ്മിന്റെ പേരിൽ വാങ്ങിയ ഭൂമി വിൽക്കണമെന്ന ഷാനവാസിന്റെ ആവശ്യം അംഗീകരിക്കാത്തതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ പല ദിവസങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി എന്നും പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തലസ്ഥാനത്ത് സൈബർ കുറ്റവാളികളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ദിനംതോറും തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം പെരുകുകയാണെന്നും ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ ചെലുത്തണമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് പറയുന്നു. ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിക്കുന്നതിനൊപ്പം തലസ്ഥാന നഗരിയിൽ സൈബർ തട്ടിപ്പുകളും വ്യാപകമാകുന്നുവെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നിരീക്ഷണം. പണം നഷ്ടപ്പെട്ട് പരാതിയുമായി എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി പെരുകുകയാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതാണ് തട്ടിപ്പ് കേസുകൾ പെരുകാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. നെറ്റ് ബാങ്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. ക്രെഡിറ്റ് കാർഡിന്റെയും ഡെബിറ്റ് കാർഡിന്റെയും വിവരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കണമെന്നും ഓൺലൈനിൽ അക്കൗണ്ട് വിവരങ്ങൾ ചോദിക്കുന്നവരോട് പ്രതികരിക്കരുതെന്നും പോലീസ് അറിയിച്ചു. മൊബൈൽ നമ്പറിനും ഇമെയിൽ വിലാസത്തിനും ലോട്ടറി സമ്മാനം ലഭിച്ചുവെന്നും തുക കൈമാറാനുള്ള സർവീസ് ചാർജ് നൽകണമെന്നുമുള്ള സന്ദേശങ്ങൾ അവഗണിക്കണം. സൈബർ കേസുകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടേതാണ്. ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ വ്യാജ വെബ്സൈറ്റുകൾ വഴിയും പണം നഷ്ടപ്പെടുന്നവർ നിരവധിയാണ്. തൊഴിൽ വാഗ്ദാനം ചെയ്തും പണം ചോർത്തുന്ന സംഘങ്ങൾ ജില്ലയിൽ വ്യാപകമാണ്. വ്യാജ ഓൺലൈൻ പരസ്യങ്ങൾ മുഖേനയും തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ഇവയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടാമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന രാധാവധ കേസിൽ വിധി പറയൽ മാറ്റിവെച്ചു. ഫെബ്രുവരി 7 കോടതി വിധി പറയൽ മാറ്റിയത്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് ബിജുവും കൂട്ടാളി ഷംസുദ്ദീനും പ്രതികളായ കേസാണ് മഞ്ചേരി പ്രത്യേക കോടതി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നത്. രാവിലെ 10 മണിയോടെ പരിഗണിച്ച കേസ് വിധി പറയാൻ അടുത്ത മാസം 7 മാറ്റിവെക്കുകയായിരുന്നു. പ്രതികളുടെയും രാധയുടെയും ബന്ധുക്കളും നിലമ്പൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും രാവിലെ കോടതിയിലെത്തിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 10 കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം നടന്നത്. കേസിലെ വിധി ഫെബ്രുവരി 10 മുകളിലേക്ക് പോവില്ലെന്ന് ജഡ്ജി PS ശശികുമാർ പറഞ്ഞു. 1-ാം പ്രതിയും ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫുമായ ബിജുവിന് വേണ്ടി അഡ്വക്കേറ്റ് KR ഷൈനും 2-ാം പ്രതി ഷംസുദ്ദീനു വേണ്ടി ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ PK വർഗീസും ഹാജരായി. 2043 പേജുള്ള കുറ്റപത്രവും 2000 പേജുള്ള സാക്ഷിമൊഴിയും 65 തൊണ്ടിമുതലുകളും 264 രേഖകളും കോടതിയുടെ മുമ്പിലുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ 108 പേരെ സാക്ഷികളായി വിസ്തരിച്ച കേസ് 39 ദിവസം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കിയത്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം തടയുന്നതിനുള്ള പുതിയ നിയമം വന്നതിനു ശേഷം സംസ്ഥാനത്ത് ആദ്യം രജിസ്റ്റർ ചെയ്തതും വിചാരണ പൂർത്തിയായതും ഈ കേസാണ്. നീതി ലഭ്യമാവുന്ന പ്രതീക്ഷയിലുള്ള കാത്തിരിപ്പിലാണ് രാധയുടെ ബന്ധുക്കൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നാദാപുരത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വെറ്റേറ്റ് CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് ലീഗ് നേതാക്കളായ സുഹൈൽ, സഫൽ, നാസർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി.
വൈകിട്ട് 5 മണിയോടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഷിബിൻ്റെ വീട്ടിലെത്തിയത്. ഷിബിൻ്റെ അച്ഛൻ ഭാസ്കരൻ, അമ്മ അനിത, സഹോദരങ്ങളായ ഷിജിൻ, ഷിതുൽ എന്നിവരെ പിണറായി ആശ്വസിപ്പിച്ചു. ഷിബിനെ കൊല ചെയ്ത മുഖ്യപ്രതി തെയ്യമ്പാടി ഇസ്മയിൽ അടക്കമുള്ളവരെ ഭരണസ്വാധീനം ഉപയോഗിച്ച് മുസ്ലിം ലീഗ് സംരക്ഷിക്കുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ക്രിമിനലുകളെ ക്രിമിനലുകളായി കാണണം, മുസ്ലിം ലീഗ് തെറ്റുതിരുത്തണം, ക്രിമിനലുകളെ തള്ളിപ്പറയാൻ ലീഗ് നേതൃത്വം തയ്യാറാകണമെന്നും പിണറായി പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഇതേവരെ സംരക്ഷണം നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനലുകൾക്ക് ഇത്തരത്തിലൊരു സംഭവം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായി തന്നെ പറയാൻ ലീഗ് തയ്യാറാവണം. ഇവരെ ഭരണസ്വാധീനം ഉപയോഗിച്ച് സംരക്ഷിക്കാതിരിക്കണം. ഇപ്പോൾ തന്നെ ഇതിലെ പ്രധാന പ്രതിയായ ഈ കൊടും ക്രിമിനൽ ഭരണ സംരക്ഷണത്തിൽ കഴിയുകയാണ്. ലീഗാണ് ആ ക്രിമിനലിന് സംരക്ഷണം നൽകുന്നത്. ആ സംരക്ഷണം നൽകുന്നതിൽ നിന്ന് ലീഗ് മാറി നിൽക്കണം. ഇളമരം കരീം MLA, TP രാമകൃഷ്ണൻ, P മോഹനൻ മാസ്റ്റർ, KK ലതിക MLA എന്നിവരും പിണറായിക്കൊപ്പമുണ്ടായിരുന്നു. കേസിൽ 3 ലീഗ് പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് ലീഗ് തൂണേരി പഞ്ചായത്ത് സെക്രട്ടറി ഷുഹൈബ്, ഫൈസൽ, നാസർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്ക് ആയുധം എത്തിച്ച യൂത്ത് ലീഗ് വില്യാപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി രാമത്ത് യൂനസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വിട്ടയക്കാൻ പോലീസിന് മേൽ ലീഗ് നേതാക്കളുടെ സമ്മർദ്ദവുമുണ്ട്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മുഖം നോക്കാതെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഷിബിൻ വധത്തെ വടകരയിൽ ചേർന്ന സർവകക്ഷി യോഗവും അപലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായം തട്ടിയെടുക്കുന്നതായി ആക്ഷേപമുയരുന്നു. പത്തനംതിട്ട തണ്ണിത്തോട് ആദിവാസി കോളനി നിവാസികളാണ് ആശുപത്രിയിൽ പോകാൻ സർക്കാർ അനുവദിച്ച തുക പോലീസ് തട്ടിയെടുക്കുന്നുവെന്ന പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോണിന്റെ റിപ്പോർട്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആശുപത്രിയിലെത്താനുള്ള വാഹന വാടക നൽകുന്നതിൽ ക്രമക്കേട് നടന്നുവെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. പത്തനംതിട്ട തണ്ണിത്തോട് IHRD കോളനിയിലെ സ്ത്രീകളും ഇലവങ്കൽ ആദിവാസി കോളനി നിവാസികളുമാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ജനമൈത്രി പോലീസിംഗിന്റെ ഭാഗമായി 1 ലക്ഷം രൂപയാണ് വാഹന വാടക സഹായ ഫണ്ടിലുള്ളത്. CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഫണ്ട് അനുവദിക്കുന്നത്. അപേക്ഷയിൽ ആവശ്യപ്പെട്ട തുക നൽകിയില്ലെന്നും 4000 രൂപ കൈപ്പറ്റിയെന്ന് എഴുതി വാങ്ങിയിട്ട് പോലീസ് 1400 രൂപയാണ് നൽകിയതെന്നും ആക്ഷേപം ഉന്നയിക്കുന്നവർ പറയുന്നു. 3000 രൂപ റിപ്പോർട്ടിനകത്ത് എഴുതി, എന്നിട്ട് ഇപ്പുറത്തെ സർക്കിളാന്നൊരു 4000 എഴുതി, എന്നിട്ട് 1400 എനിക്ക് തന്നുള്ളൂ. അപ്പം മോൻ്റെ രോഗവിവരമെല്ലാം ചോദിച്ചു. ഞാൻ എൻ്റെ രോഗവിവരമെല്ലാം പറഞ്ഞു. അവർ തന്നെ സ്വന്തമായിട്ട് അപേക്ഷ എഴുതിയിട്ട് സ്വന്തമായിട്ട് അപേക്ഷ എഴുതി ഇവർ പേപ്പർ കൊടുത്ത ഉടനെ 1000 എഴുതിയവർക്ക് 800 കൊടുത്തു, 2000 എഴുതിയവർക്ക് 1400 കൊടുത്തിട്ട് കൈപ്പറ്റിയെന്നുള്ള എഴുതിയും മേടിച്ചു, ഒപ്പം മേടിച്ചു. എന്നാൽ സുതാര്യമായ പൊതുസേവനത്തിന്റെ ഭാഗമായി ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് തുക വിതരണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ആർക്ക് വേണമെങ്കിലും രേഖകൾ പരിശോധിക്കാമെന്നും പോലീസ് പറയുന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് സർക്കാർ അനുവദിക്കുന്ന തുക അവരുടെ ക്ഷേമത്തിന് ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് പോലീസിന് അനുവദിച്ച ഫണ്ടിനെ കുറിച്ചും ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.